السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. റഹ്മാനും റഹീമുമായ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൂറത്ത് ഇബ്രാഹീമിലെ 2 വചനങ്ങൾ, 42-43 വചനങ്ങൾ, 14-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഇബ്രാഹീം. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികളായ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന അതിഭയാനകമായ ഒരു ദിവസത്തേക്ക് അവരെ അവൻ പിന്തിച്ചിടുകയാണ്. മുഹ്തിഈന, ബദ്ധപ്പെട്ട് ഓടിവരുന്നവരായ നിലയിൽ, മുഖ്നിഈ റൂസിഹിം, തലകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ള വരവ്, ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, അവരുടെ ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങിയെത്തുകയില്ല. വഅഫ്ഇദത്തുഹും ഹവാ, അവരുടെ മനസ്സുകളായി ആകട്ടെ ശൂന്യമായിരിക്കുകയും ചെയ്യും. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു പ്രതീക്ഷ നൽകുന്ന സന്തോഷവാർത്ത അറിയിക്കുന്ന വചനങ്ങളാണിത്.
അക്രമകാരികൾ ആടിത്തിമിർക്കുകയും വിശ്വാസി സമൂഹം അന്യവൽക്കരിക്കപ്പെടുകയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കയങ്ങളിൽ അകപ്പെട്ടു പോവുകയും വിശ്വാസികളുടെ അടയാളങ്ങൾ തകർക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വചനം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ വചനത്തിൽ ആദ്യത്തെ വചനത്തിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു പോന്നാലും പരലോകം എന്ന ഒരു വലിയ സത്യമുള്ളതുകൊണ്ട് ഏതക്രമിക്കും അവിടെ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല, ഇവിടെ രക്ഷപ്പെട്ടാലും എന്നുള്ള പൊതുവേ ഉള്ള ഒരു സന്ദേശം നൽകുന്നതോടൊപ്പം ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ, ആ പരലോക വിശ്വാസം ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ അക്രമത്തിനും ഒരന്ത്യമുണ്ടെന്നും ഏത് അക്രമകാരിയും അടിയറ പറയേണ്ടി വരുമെന്നും അവർ ചെയ്തു കൂട്ടുന്നതിന്റെ തിക്തഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല എന്നും ഏത് ഏകാധിപതികളും സ്വേച്ഛാധിപതികളും കൂപ്പുകുത്തി വീണിട്ടേ ഉള്ളൂ എന്ന ചരിത്രവും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വചനങ്ങളുടെ ചില ഭാഗങ്ങൾ. നാം നോക്കുമ്പോൾ അവിശ്വാസികളായ ആളുകളുടെ സ്വൈരവിഹാരം വല്ലാതെ നാം കാണുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ തന്നെ അള്ളാഹുവിനെ പറ്റിയോ അല്ലെങ്കിൽ അവന്റെ കഴിവുകളെപ്പറ്റിയോ അവന്റെ സഹായത്തെപ്പറ്റിയോ ഒക്കെ നമ്മൾ തന്നെ ആശങ്ക വെച്ചു പുലർത്തുകയോ സംശയ രൂപേണ സംസാരിക്കുകയോ വിലയിരുത്തുകയോ ഒക്കെ ചെയ്യുന്ന ദുസ്ഥിതി പോലും ഉണ്ടായേക്കാം. അതുണ്ടാകാതിരിക്കാനാണ് ഈ വചനം നമുക്ക് ഈ പ്രതീക്ഷ നൽകുന്നത് എന്നോർക്കുക. ഇതേ ആശയമുള്ള മറ്റു വചനങ്ങൾ ധാരാളമായി നമുക്ക് കാണാം. സൂറ ആല ഇമ്രാനിലെ ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ സുമ്മ മഅവാഹും ജഹന്നമു വബിഅസൽ മിഹാദ് എന്ന വചനം ഓർക്കുക നാം. ഇതോടൊപ്പം അവിശ്വാസികളായ ആളുകളുടെ അവർ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വൈരവിഹാരം ഒരിക്കലും നിന്നെ വഞ്ചിതനാക്കരുത്. അത് മതാഉൻ ഖലീൽ, വളരെ തുച്ഛമായ വിഭവം മാത്രമാണ് അവർ അനുഭവിക്കുന്നത്. പിന്നെ അവരുടെ കേന്ദ്രം, അവരുടെ അഭയസ്ഥാനം നരകമാണത്, മോശമായ സങ്കേതമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വചനം. അവിടെയും പ്രതീക്ഷ തന്നെയാണ് അള്ളാഹു പ്രദാനം ചെയ്യുന്നത്. മറ്റൊരു വചനം സൂറ ആല ഇമ്രാനിലെ 178 വചനം. അവിടെ അള്ളാഹു പറയുന്നത് വലാ യഹ്സബന്നല്ലദീന കഫറു, ഈ സ്വൈരവിഹാരം നടത്തുന്ന എല്ലാം തകർത്ത് തരിപ്പണമാക്കി വിശ്വാസികളെയും സത്യവിശ്വാസത്തെയും അതിലധിഷ്ഠിതമായ കാര്യങ്ങളെ ഒക്കെ നശിപ്പിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന അവിശ്വാസികളുണ്ട് എങ്കിൽ ആ അവിശ്വാസികൾ വിചാരിക്കണ്ട, അന്നമാ നുംലീ ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് നല്ലതാണ് എന്നവർ വിചാരിക്കണ്ട. ഇന്നമാ നുംലീ ലഹും, അവർക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് ലിയസ്ദാദു ഇസ്മാ, അവരുടെ കുറ്റം, ആ അക്രമം, ആ അരാജകത്വം അവരിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വലഹും അദാബും മുഹീൻ, വളരെ അപമാനകരമായ നിന്ദ്യമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക എന്ന് പറയുന്നു. ഒന്നും കൂടി ആഴത്തിൽ അല്പം ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്ന മറ്റൊരു വചനമുണ്ട്. സൂറ അൻഫാലിലെ 59 വചനം. അതിങ്ങനെയാണ്: വലാ യഹ്സബന്നല്ലദീന കഫറു സബഖു, അവിശ്വാസികളായ ആളുകൾ അതിജയിച്ചു കഴിഞ്ഞു എന്നൊരിക്കലും വിചാരിക്കരുത്. ഓർക്കുക വചനത്തിന്റെ സാരം. അവിശ്വാസികളായ ആളുകൾ അതിജയിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇന്നഹും ലാ യുഅ്ജിദൂൻ, തീർച്ചയായും അവർക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നല്ലാഹു അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അത്തരം ആളുകളെ ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊരാശ്വാസമായിട്ട്.
ഒരു വിശ്വാസി ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടുകൂടാ. പിന്നൊരു പൊതു തത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സജദയിലെ 21-ാമത്തെ വചനത്തിലൂടെ ആ തത്വം ഇങ്ങനെയാണ് പറയുന്നത്: വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും ചെറിയ തരത്തിലുള്ള ശിക്ഷ അവരെ നാം ആസ്വദിപ്പിക്കും. വലിയ ശിക്ഷയ്ക്ക് പുറമെ അവർ ഒരു വേള മടങ്ങി വന്നാലോ. ഇതാണ് ആ വചനത്തിന്റെ സാരം. അവിടെ അൽ അദാബുൽ അക്ബർ എന്ന് പറഞ്ഞത് പരലോക ശിക്ഷയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം അൽ അദാബുൽ അദ്ന എന്ന് പറഞ്ഞത് ഇഹലോകത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ശിക്ഷകളാകാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും ഉൾക്കൊള്ളേണ്ടതുമാകാം. എന്തുമായിരുന്നാലും ശരി, എന്തിനാണ് അങ്ങനെ ഒരു ചെറിയ തരം ശിക്ഷ, അല്ലെങ്കിൽ ഒരു ഏറ്റവും അടുത്ത രൂപത്തിലുള്ള ശിക്ഷ, ചെറിയ തരം ശിക്ഷ എന്തിനാണെന്ന് പറയുന്നത്? അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്തിരിയട്ടെ, നല്ല അവസ്ഥയിലേക്ക് പോകട്ടെ എന്ന നിലയ്ക്കാണെന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അപ്പൊ അക്രമങ്ങളും അരാജകത്വങ്ങളും അരങ്ങ് തകർക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വിശ്വാസികൾക്ക് വേണ്ട. അഭിനവ അബ്രഹത്തുമാർ, യഥാർത്ഥ അബ്രഹത്ത് എന്തായി എന്ന് അറിയുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും, ഓർക്കുന്നതും നന്നായിരിക്കും. ആ ചരിത്രത്തിന്റെ വിശകലനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇന്ന് കുറെ അഭിനവ അബ്രഹത്തുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആ പ്രയോഗത്തിൽ നിങ്ങൾക്കത് മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. ആ അഭിനവ അബ്രഹത്തുമാർ, യഥാർത്ഥ അബ്രഹത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് പഠിക്കുന്നതും ഓർക്കുന്നതും നന്നായിരിക്കും. യഥാർത്ഥ അബ്രഹത്ത് അഥവാ പൂർവകാലത്തെ അബ്രഹത്ത് തകർക്കാൻ വന്നത് ഏതെങ്കിലും ഒരു പള്ളിയായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഭവനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭവനമല്ലേ പള്ളി? ആണ്. ഇവിടെ അള്ളാഹുവിന്റെ ഭവനം എന്ന് പ്രത്യേകിച്ച് നാം പ്രതിപാദിക്കുന്നത് ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ പരിശുദ്ധ കഅബയെ കുറിച്ചാണ്. ആ പരിശുദ്ധ കഅബ തകർക്കാനാണ് വന്നത്. ആര്? യമനിലെ രാജാവായിരുന്ന അബ്രഹത്ത്. എങ്ങനെയാണ് വരുന്നത്? സർവശക്തിയും സമാഹരിച്ചുകൊണ്ടാണ് വരുന്നത്. മുന്നിൽ അറബികൾക്ക് പരിചയമില്ലാത്ത ആനപ്പടയെ നിർത്തിക്കൊണ്ടാണ് വരവ്. അറബികൾക്ക് ആനപ്പടയെ ഏറ്റുമുട്ടിയിട്ട് യാതൊരു പരിചയവുമില്ല. ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു സംഭവമില്ല അവർക്ക്. അവരൊട്ടകമോ കുതിരയോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടായിരിക്കും അവർ യുദ്ധത്തെ പോവുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നേർക്ക് നേരെ ഉള്ളതായിരിക്കും. ഒരു ആനപ്പടയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വരാൻ അബ്രഹത്ത് തീരുമാനിച്ചത് തന്നെ അറബികളുടെ, അന്ന് ജീവിച്ചിരുന്ന അറബികളുടെ അതിലുള്ള അജ്ഞതയാണ്. അവർക്ക് നേരിടാൻ കഴിയില്ല എന്നുള്ള ധാർഷ്ട്യതയാണ്, ഉറപ്പാണ്. അതുമായിട്ടാണല്ലോ വന്നത്. വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് സൂറത്തുൽ ഫീൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. 105-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. കൃത്യമായൊരു വലിയ സംഭവം 3-4 വചനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചു. അതാണ് ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ അധ്യായം. അതിൽ പറഞ്ഞ ഒരു വാക്ക് മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ ഇടപെടലുകൾ പല രൂപത്തിലുണ്ടാകാം. നിസ്സഹായരായ, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ അറേബ്യൻ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു, രക്ഷിച്ചു. ഒന്ന് ഓർത്തു നോക്കുക. ഇവരെ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും നാട് വിട്ട് ദൂരഭാഗത്തേക്ക് മാറിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം നേരിട്ടിട്ട് കാര്യമില്ല, അഭിമുഖീകരിക്കാനുള്ള ത്രാണിയില്ല. അതുകൊണ്ട് മാറിപ്പോവുക. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ വിശ്വാസം എന്താണ്? ആ ഭവനം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു അത് കാത്തുകൊള്ളും, സംരക്ഷിച്ചുകൊള്ളും എന്ന പൂർണ്ണമായ ഉറപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് അവർ മാറി. ഇതിനിടയിൽ അബ്ദുൽ മുത്തലിബാണ് അന്ന് കഅബയുടെ കസ്റ്റോഡിയൻ. കഅബയുടെ കസ്റ്റോഡിയന് വലിയ പദവിയുള്ളതാണ്, നമുക്കറിയാം.
അബ്ദുൽ മുത്തലിബാണെന്ന് കഅബയുടെ സംരക്ഷകനും പരിപാലകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ. ഈ ആരാണ് ഈ കഅബയുടെ ഉത്തരവാദപ്പെട്ട ആള് എന്ന് അബ്രഹത്ത് രാജാവ് അതിന്റെ അടുക്കലെത്തിയപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇന്നയാളാണെന്ന് പറഞ്ഞു. ആളെ അയച്ചു വരുത്തിയിട്ട് അബ്ദുൽ മുത്തലിബുമായ ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണം വളരെ ചിന്തനീയമാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയില്ല. ആ അബ്ദുൽ മുത്തലിബിന്റെ ഈമാൻ നമുക്കില്ല എന്ന് ഞാൻ പറയേണ്ടി വരും എന്നെക്കുറിച്ച്, നാം ഓരോരുത്തരും പറയേണ്ടി വരും നമ്മെക്കുറിച്ച്. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബുമായി ആശയവിനിമയം നടത്തുമ്പോൾ അബ്രഹത്ത് പറയുന്നുണ്ട്, ഞാൻ വന്നത് നിങ്ങളുടെ കഅബ പൊളിക്കാനാണ്, എനിക്ക് വേറെ ലക്ഷ്യവുമില്ല. വരുന്ന വഴിയിൽ കിട്ടാവുന്നതെല്ലാം കീഴടക്കി കയ്യിലാക്കി ആളുകളെ കൊണ്ട് പിടിച്ചടക്കിയിട്ടാണ് വരവ്. ആ പിടിച്ചടക്കിയ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകത്തെ ഇയാളോടൊപ്പമുള്ള അബ്രഹത്തിനോടൊപ്പമുള്ള ആളുകൾ പിടിച്ചുവെച്ചു. ഇതറിയാവുന്ന അബ്ദുൽ മുത്തലിബ് ഇത്രയും ഗൗരവമുള്ള സംഭാഷണം, നിങ്ങളുടെ കഅബ പൊളിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, അന റബ്ബുൽ ഇബിൽ വഇന്ന ലിഹാദൽ ബൈത്തി റബ്ബൻ ഗൈരി ഫസയംനഉഹു. പ്രിയമുള്ളവരെ, ഇത്ര ആർജവത്തോടെ പറയാൻ വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയുന്നില്ലല്ലോ. എന്താണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്ക്? അന റബ്ബുൽ ഇബിൽ, ഞാൻ ഈ ഒട്ടകത്തിന്റെ മുതലാളിയാണ്, ഉടമസ്ഥനാണ്. വഇന്ന ലിഹാദൽ ബൈത്തി റബ്ബൻ ഗൈരി, ഈ ഭവനത്തിനുണ്ടല്ലോ, ഇതിന് ഞാനല്ലാത്ത ഒരു റബ്ബുണ്ട്, ഒരു കാവൽക്കാരനുണ്ട്, ഒരു സംരക്ഷകനുണ്ട്, ഒരു പരിപാലകനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. ഫസയംനഉഹു, അവൻ അതിനെ തടഞ്ഞുകൊള്ളും, ഉറപ്പാണ്. എന്റെ ഒട്ടകത്തെ ഇങ്ങതാന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ വളരെ അത്ഭുതത്തോടുകൂടി അബ്രഹത്ത്, നിങ്ങളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ വന്നത്, നിങ്ങൾ ഇത്ര മോശമാണെന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ സംഭവിച്ചത് എന്താണ്? അവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. എന്തിലൂടെ? കുറെ പക്ഷികളും ആ പക്ഷികളുടെ കാലുകളിലും കൊക്കുകളിലും ഉണ്ടായിരുന്ന കുറെ ചൂട് പിടിപ്പിക്കപ്പെട്ട കല്ലുകളും. അത് മതിയായി, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കഅബയുടെ അടുത്തേക്കെത്താൻ സാധിച്ചില്ല, തകർത്ത് കളഞ്ഞു അള്ളാഹു. ആ അള്ളാഹു ഇപ്പോഴും ഉണ്ട് പ്രിയമുള്ളവരെ. ആ ഒരു പ്രതീക്ഷ ഇത്തരം ആളുകൾക്ക്, അഭിനവ അബ്രഹത്തുമാരോട് നമുക്ക് പറയാനുള്ള അത് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതുപോലെ തന്നെ മറ്റു പല രൂപത്തിലും അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്, മക്ക ജീവിത കാലഘട്ടത്തേക്ക് നമുക്ക് പോകാം. പ്രവാചകനും അന്ന് വിശ്വാസികളായിരുന്ന വിരലിലെണ്ണാവുന്ന ആളുകളും അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിവരണാതീതമാണ്. പ്രലോഭനങ്ങളുണ്ടായി, പ്രകോപനങ്ങളുണ്ടായി, ഭീഷണികളുണ്ടായി, വധഭീഷണി പോലും ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി പ്രവാചകന് നേരെ. അവസാനം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അബൂ താലിബാണ് എന്ന് തിരിച്ചറിഞ്ഞ അവർ അബൂ താലിബിനെ സമീപിച്ച് അദ്ദേഹത്തെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ഈ സന്ദർഭത്തിൽ ഈ രണ്ട് കാഴ്ചപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സമീപനത്തിൽ അന്ന് മക്കയിലുണ്ടായിരുന്നു. എല്ലാവരും ഒരേ കാഴ്ചപ്പാടുകാരായിരുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഞാനൊന്ന് സാദൃശ്യപ്പെടുത്തുകയാണ് അതിനെ. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി പോലെ തന്നെ അവിടെ ഉള്ളവർ മുഴുവനും പ്രവാചകന് വിശ്വസിച്ചില്ലെങ്കിലും പ്രവാചകനോട് ശത്രുത വെച്ച് പുലർത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രഗത്ഭനായിരുന്നു അബൂ താലിബ്. ആ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ അവർ വിശ്വസിച്ചില്ലെങ്കിലും പ്രവാചകന് നേരെ അബൂജഹലും കൂട്ടരും നടത്തുന്ന കിരാതമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്നവരാണവർ. അതുകൊണ്ടാണ് മഹാനായ അബൂ താലിബ് എന്ന് തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്ന് പ്രവാചകൻ പോലും ആഗ്രഹിച്ചു പോയ സംഭവമൊക്കെ നമുക്കറിയാം. ആ അബൂ താലിബ് എത്ര സംരക്ഷണമാണ് പ്രവാചകന് നൽകിയത്, ഒപ്പമുള്ളവരും. അവസാനം അബൂ താലിബിന്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഇത്രയും കാലം നീ സംരക്ഷിച്ചു, ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, മുഹമ്മദിനെ ഞങ്ങൾക്ക് നീ വിട്ടുതരണം, കൊല്ലാൻ വേണ്ടി വിട്ടുതരണം. അബൂജഹലിന്റെ അനുയായികൾ ചെന്ന് പറയുന്നതാ, കൊല്ലാൻ വേണ്ടി വിട്ടുതരണം മുഹമ്മദിനെ. ആ സന്ദർഭത്തിൽ അബൂ താലിബ്
ഹാഷിം കുടുംബവും മുത്തലിബ് കുടുംബവും, ഈ രണ്ട് കുടുംബത്തിലെയും ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ചർച്ച ചെയ്ത് അവസാനം അബൂ താലിബ് അവരോട് നിർദ്ദേശിച്ചു, മുഹമ്മദിന് പ്രതിരോധിക്കണം, മുഹമ്മദിന് ഒരു പോരിൽ പോലും ഏൽക്കാൻ പാടില്ല. അതായിരുന്നു അബൂ താലിബിന്റെ പ്രഖ്യാപനം. അബൂ ജഹലോ എങ്ങനെയെങ്കിലും പ്രവാചകനെ കൊല്ലാനും നശിപ്പിക്കാനും ആ വിശ്വാസത്തെ തകർക്കാനും അങ്ങനെയുള്ള നീക്കം. ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ വിശ്വാസികളും ഈ വിശ്വാസം ഉൾക്കൊള്ളുന്നവരല്ല എങ്കിലും ഈ വിശ്വാസം ഉൾക്കൊള്ളുന്നവർ വേണമെന്നും അവരോടൊപ്പം നിൽക്കണമെന്നും അവരെ ചേർത്ത് പിടിക്കണമെന്നും ആഗ്രഹിക്കുന്നവരെമ്പാടുമുണ്ടാകും. രണ്ട് നയങ്ങൾ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ. ഒന്ന് അബൂജഹലിയൻ നയം, രണ്ടാമത്തെ നയം അബൂ താലിബിയൻ നയം. അബൂ താലിബിയൻ നയമുള്ളവരെ കൂടി അബൂജഹലിയൻ നയം സ്വീകരിക്കുന്നവരിലേക്ക് മാറ്റുന്ന അവസ്ഥ നമ്മുടെ സമീപനം കൊണ്ടോ മറ്റു നിലയിലോ ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഇതോടൊപ്പം ഒന്ന് ചേർത്ത് മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആകട്ടെ, അബൂ താലിബ് അതിന് സമ്മതിച്ചില്ല. അപ്പൊ എന്തു ചെയ്തു? ഹാഷിം കുടുംബത്തെയും മുത്തലിബ് കുടുംബത്തെയും ഉപരോധിച്ചു, അവർ ബഹിഷ്കരിച്ചു. അവർ ബഹിഷ്കരണ പത്രിക ഉണ്ടാക്കി പരിശുദ്ധ കഅബയുടെ ഉള്ളിൽ കെട്ടിത്തൂക്കി. അവർ 3 വർഷത്തോളം 2.5-3 വർഷത്തോളം അബൂ താലിബും പ്രവാചകനും ഉൾപ്പെടെയുള്ള ആളുകൾ ഷൈബ് അബീ താലിബിൽ ഭക്ഷണം കിട്ടാതെ വിഷമിച്ചു, പച്ചിലതിന്ന് ജീവിച്ചു. ചരിത്രം നമുക്കറിയാം. ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ആര്? അബൂജഹലും കൂട്ടരും. അബൂ താലിബ് വിശ്വസിച്ചില്ലെങ്കിലും ഒപ്പമുള്ള അവിശ്വാസികളായ ആളുകളും പ്രവാചകനോടൊപ്പം തന്നെ അബൂ താലിബിൽ ഷൈബ് അബീ താലിബിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്. ആകട്ടെ, അങ്ങനെ ആ ഉപരോധം ശക്തിപ്പെട്ടു വന്നു. അവരിൽപ്പെട്ട ചില ആളുകൾ, പ്രധാനമായും ചരിത്രത്തിൽ പേര് പറയപ്പെടുന്ന പല വ്യക്തിത്വങ്ങളുണ്ട്. ചെറുപ്പക്കാരായ ആളുകൾ, മുതിർന്ന ആളുകൾ. അവർ ഒന്ന് ഹക്കീം ഇബ്നു ഹിസാം, മറ്റൊന്ന് അബുൽ ബുഖ്തരി, വേറൊന്ന് ഹിഷാം ഇബ്നു അംർ. ഇവരാരും വിശ്വാസികളായിരുന്നില്ല. അവർക്ക് ഈ ഉപരോധത്തോട് യാതൊരു യോജിപ്പുമുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? കിട്ടുന്ന സമയത്ത് രാത്രിയിലൊക്കെ ഭക്ഷണ സാധനങ്ങളും കൊണ്ട് ഈ ഷൈബ് അബീ താലിബിൽ പട്ടിണി കിടക്കുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയി കൊടുക്കാൻ അവർ മുന്നോട്ട് വന്നു. പല സന്ദർഭങ്ങളിലും അബൂജഹലും കൂട്ടരും ഇത് മനസ്സിലാക്കി തടയാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. അവരതെത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുത്തു. അവസാനം ഇവർ ഓരോരുത്തരായി ചർച്ച ചെയ്തു, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്കിതിനൊരു അറുതി വരുത്തണം. അതിന് ഓരോരുത്തരെ സമീപിച്ചു. അതിനേറ്റവും മുന്നിൽ നിന്നത് സുഹൈർ ഇബ്നു അബീ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി, മറ്റൊന്ന് മുത്തഇം ഇബ്നു അദിയ്, വേറൊന്ന് അബുൽ ബുഖ്തരി ഇബ്നു ഹിഷാം, മറ്റൊന്ന് സംഅത്ത് ഇബ്നു അസ്വദ്. ഈ ആൾക്കാർ ഓരോരുത്തരെയും കണ്ട് പരസ്പരം അങ്ങനെ ആലോചിച്ചൊരു പ്ലാൻ അവർ തയ്യാറാക്കുകയാണ്. ഇത് നമുക്ക് തകർക്കണം, ഈ ഉപരോധം. കാരണം നമ്മളുടെ കൂടപ്പിറപ്പുകളാണ് അവിടെ പട്ടിണി കിടക്കുന്നത്. എന്ത് സംഭവിച്ചാലും ശരി, ഈ ഉപരോധം പിൻവലിപ്പിച്ചിട്ടേ ആ പത്രിക വലിച്ചു കീറിയിട്ടേ നിൽക്കൂ അവർ തീരുമാനിക്കുകയാണ്. ആ തീരുമാനവുമായി അവർ പരിശുദ്ധ കഅബയുടെ പരിസരത്തെത്തുന്നു. ആ സന്ദർഭത്തിൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് ആദ്യമായി വിഷയം വിളിച്ചു പറയുന്നത് സുഹൈർ ഇബ്നു അബീ ഉമയ്യയാണ്. അദ്ദേഹം കഅബ തവാഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുള്ള ഖുറൈശികളെ മൊത്തം അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, യാ അഹ്ല മക്ക, ഏ മക്ക നിവാസികളെ, ഏ ഖുറൈശികളെ, നമ്മുടെ സഹോദരന്മാർ, ഹാഷിമിന്റെ മക്കൾ, മുത്തലിബിന്റെ മക്കൾ ഷൈബ് അബീ താലിബിൽ പട്ടിണി കിടന്ന് പച്ചിലതിന്ന് ജീവിക്കുന്നു. നമ്മൾ സുഭിക്ഷമായി ഇവിടെ ജീവിക്കുന്നു. ഇത് ശരിയാണോ? ഇത് നീതിയാണോ എന്ന് പറഞ്ഞപ്പോഴേക്കും അബൂജഹൽ മറ്റൊരു സൈഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കളവാണ് നീ പറയുന്നത്, നീയൊക്കെ ഇതിനെ അനുകൂലിച്ചവരല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അനുവദിച്ചത്. ആ സന്ദർഭത്തിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് ഓരോരുത്തരായി ഇവർ 5 പേരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതേ അഭിപ്രായം പറഞ്ഞു.
ആ സന്ദർഭത്തിൽ അവസാനം അബൂജഹൽ പറഞ്ഞു, ഇത് നിങ്ങൾ ഗൂഢാലോചന നടത്തി വന്നിരിക്കുകയാണ്, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അബൂ താലിബ് കഅബയുടെ പരിസരത്തൊരു സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു, ഒരു മൂലയിൽ അബൂ താലിബ് ഇരിപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയത് എന്തിനാണെന്നറിയുമോ? ഈ കഅബയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ബഹിഷ്കരണ പത്രികയുണ്ടല്ലോ, ആ പത്രികയെ സംബന്ധിച്ച് പ്രവാചകൻ അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിയിപ്പ് ഖുറൈശികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അബൂ താലിബ് അവിടെ വന്നത് എന്നാണ്. എന്നിട്ട് അബൂ താലിബ് ഖുറൈശികളോട് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ ബഹിഷ്കരണ പത്രികയുണ്ടല്ലോ, അത് ചിതല് തിന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു വാക്ക് മാത്രം ഒഴിവാക്കി വെച്ചിട്ടുണ്ടതിൽ. ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞാണ് അന്നും അവർ ആ പത്രിക എഴുതിയത്, ഓർക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ പടപൊരുതിയത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഈ കഷ്ടപ്പാട് സഹിച്ചത്? ഈ അള്ളാഹുവിന്റെ ഏകത്വം പറയാൻ വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. ആ അള്ളാഹുവിന്റെ പേരിൽ തന്നെയാണ് അബൂജഹലും കൂട്ടരും അവിടെ പത്രിക എഴുതി വെച്ചത്, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട്. അതൊഴിച്ച് ബാക്കി മുഴുവനും ചിതല് തിന്നു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ ഇടപെടൽ. നേരത്തെ ഞാൻ പറഞ്ഞു, അബ്രഹത്തിനെയും കൂട്ടരെയും പക്ഷികളുടെയും അതുപോലെ തന്നെ പക്ഷികൾ കൊത്തിക്കൊണ്ടുവന്ന ചൂടുള്ള കല്ലുകളുമായിട്ടുള്ള ഇടപെടലാണ് അള്ളാഹു നടത്തിയത് എങ്കിൽ, ഇവിടെ ചിതലാണ് ഇടപെടലിനായി അള്ളാഹു നിയോഗിക്കുന്നത്. അള്ളാഹു സർവശക്തനാണ്. ആരും വിചാരിക്കണ്ട അള്ളാഹുവിനെ പരാജയപ്പെടുത്താമെന്ന് ഒരാളും വിചാരിക്കണ്ട. നടക്കില്ലത്. എത്ര സന്തോഷമാണ്, എത്ര പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അബൂ താലിബ് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാം. നോക്കിയിട്ട് മുഹമ്മദ് പറഞ്ഞതുപോലെ അത് ചിതല് തിന്ന് പോയിട്ടില്ല എങ്കിൽ, അതിന്റെ മുകൾ ഭാഗത്തുള്ള ബിസ്മിക്കല്ലാഹും ഒഴിച്ച് ബാക്കിയെല്ലാം ചിതല് തിന്ന് പോയിട്ടില്ല എങ്കിൽ മുഹമ്മദിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, എന്തു വേണമെങ്കിലും ചെയ്തോ. അല്ല, ചിതല് തിന്നു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ അക്രമം നിങ്ങൾ നിർത്തണം, ഈ അക്രമം നിങ്ങൾ അവസാനിപ്പിക്കണം. ഷേബു അബീ താലിബിൽ നിന്നാണ് അബൂ താലിബ് വരുന്നത് ഈ കഅബയുടെ പരിസരത്തേക്ക്. പ്രവാചകനും അനുയായികളും അവിടെയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കുകളാണിത്. അങ്ങനെ അവസാനം മുത്ഇം ഇബ്നു അദിയ് എന്ന് പറയുന്ന ആൾ കഅബയുടെ വാതിൽ തുറന്ന്, ഞാൻ ഇത് എന്ത് തന്നെയായാലും ശരി, ഞാനിത് നശിപ്പിക്കും, എന്റെ ജീവൻ പോയാലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ അബൂ താലിബ് പറഞ്ഞതുപോലെ മുഴുവനും ചിതല് തിന്നു കഴിഞ്ഞിരിക്കുന്നു. ബിസ്മിക്കല്ലാഹുമ്മ മാത്രം അവിടെ അവശേഷിക്കുന്നു. അതോടെ ഉപരോധം അവസാനിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട് ഇതിനകത്ത്, ഒരുപാട് പാഠമുണ്ട് ഇതിനകത്ത്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടുള്ള നീക്കമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് ഇനി ഞാൻ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ആ വചനങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പാകെ വെച്ചത്. 3-4 വചനങ്ങൾ നാം പറഞ്ഞുവല്ലോ. അവിശ്വാസികളായ ആളുകൾ അതിജയിച്ചു കഴിഞ്ഞു എന്നൊരിക്കലും വിചാരിക്കേണ്ട. അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും, ഉണ്ടായേ തീരൂ. സമയം പിടിക്കും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് രൂപത്തിലാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഏതോ ആകട്ടെ, ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായത് ബദറില്, മക്ക വിജയത്തില്, ഹുനൈൻ യുദ്ധത്തില് ഒക്കെ എത്ര ഇടങ്ങളിൽ. അതുകൊണ്ട് അത് നേടിയെടുക്കാൻ ആ അള്ളാഹുവിന്റെ സഹായവും അവന്റെ ആ വാഗ്ദാനവും അവന്റെ ഇടപെടലും അർഹരായിത്തീരാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അതിന് മടക്കണം നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും. മറ്റെല്ലാത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കണം. മനസ്സിൽ അള്ളാഹു മാത്രമാകണം, അവനോട് മാത്രമാകണം സഹായതേട്ടം, അവനോട് മാത്രമാകണം അർപ്പണം, അവനെ മാത്രമായിരിക്കണം ആരാധന. അവർക്കാണ് അള്ളാഹു നൽകിയതെല്ലാം. നാം മനസ്സിലാക്കണം. അതുപോലെ നിസ്സഹായരെ, മദ്ലൂമിങ്ങളായ, മർദ്ദിതരായ, ആരും സഹായിക്കാൻ ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഖുറൈശികളുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
ഇതൊക്കെ ആകട്ടെ നമുക്ക് പാഠം. ഇതൊക്കെ ആകണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെ പരാജയപ്പെടുത്തി അവന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ നശിപ്പിച്ച് എല്ലാം കൂടി ആകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകന്റെ ചരിത്രത്തിൽ ആ ഉപരോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുപോലെ അങ്ങനെ ശ്രമിക്കുന്ന ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വെളിച്ചങ്ങളായി ഈ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുള്ളിടത്തോളം കാലം ഇതങ്ങനെ മേപ്പോട്ട് വല്ലാതെ പൊയ്ക്കളയും എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ ആശങ്കകളും ഭയപ്പാടുകളും ഒക്കെ നല്ലതാ. കാരണം കൂടുതൽ ശ്രദ്ധിക്കാനും ജാഗ്രത പുലർത്താനും ഈ വചനങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്ന ചരിത്രങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തിനേയും അതിജയിക്കാൻ സർവശക്തന്റെ സഹായം തേടിക്കൊണ്ട് അവനിലേക്ക് മടങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായവും അവന്റെ ഇടപെടലുകളുമൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറകളഞ്ഞ ഉമ്മത്തിനാണ്. ആ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഖൈറു ഉമ്മ, ഉത്തമ സമുദായം. അവർക്കാണ് ഇതെല്ലാം അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. ആ ഉത്തമ സമുദായം എന്നുള്ളതിൽ നിന്ന് നമ്മുടെ വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ നിമിത്തം നമ്മൾ അകന്നു പോകുന്നു എങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തന്നെയുമല്ല, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാര അനുഷ്ഠാന രംഗങ്ങളിലും ഇടപാടുകളിലും സാമ്പത്തിക രംഗങ്ങളിലും എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണെന്നുകൂടി നമ്മളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കി, ഉത്കൃഷ്ട സമുദായമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനാണത്? ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്ക് സാക്ഷികളാകുവാൻ. ഈ പരസ്പര സാക്ഷിത്വമുണ്ടല്ലോ, അതിന് അർഹത നേടുമ്പോഴാണ് നമ്മൾ ഉത്തമ സമുദായം അഥവാ ഖൈറു ഉമ്മത്താവുക. അവർക്ക് ചില ക്വാളിറ്റികൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണ്? നന്മയോടൊപ്പം നിൽക്കുക, നന്മ പ്രചരിപ്പിക്കുക, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക, തിന്മയ്ക്കെതിരെ അടരാടുക. ഇത് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി അല്ലാഹു ആ ഖൈറു ഉമ്മത്തിന് നിശ്ചയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം അത് ഉൾക്കൊള്ളുന്ന സന്ദേശം, വിശുദ്ധ ഖുർആൻ അത് ഉൾക്കൊള്ളുന്ന സന്ദേശം ഒരിക്കലും അതിതീവ്രതയുടെ സന്ദേശമല്ല. അതുപോലെ അങ്ങേയറ്റത്തെ പരമമായ നിസ്സംഗതയുടെ സന്ദേശവുമല്ല, മറിച്ച് ഇതിനിടയിലുള്ളതാണ്. അതിലെ വിശ്വാസങ്ങൾ കുറ്റമറ്റതാണ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറ്റമറ്റതാണ്. അതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് നാം അകന്നു പോകുന്നു എങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ആ ഉത്തരവാദിത്വം ഖൈറു ഉമ്മത്ത് എന്ന അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റിന് അർഹരാകുവാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിന് തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
വലിയ രോഗങ്ങൾ പിടിപെട്ട് ഹോസ്പിറ്റലുകളിൽ കഴിച്ചുകൂട്ടുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാരുണ്ട്. അവരുടെ ഒക്കെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ സർവ്വ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. മർദ്ദിതരായ ജനകോടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം, അവൻ വാഗ്ദാനം ചെയ്ത സഹായം അവന്റെ ഇടപെടലുകളിലൂടെ ഗുണപാഠമായി വരത്തക്ക നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.